കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തി ആ കുടുംബത്തിന് ഉറപ്പ് നൽകുന്നതാണ് നമ്മൾ കണ്ടത്. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ചേട്ടാ. മന്ത്രി എത്തിയപ്പോൾ ഒരു സമാധാനം നൽകുന്ന ഒരു വാക്കുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സമാധാനം ഉണ്ടായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സമാധാനമുണ്ട്. കുടുംബത്തിന് കേൾക്കുന്നുണ്ട്. കുടുംബത്തിന് നല്ല സമാധാനം ആശ്വസിപ്പിച്ചിട്ടാ പോയത്. മന്ത്രിയോട് മകന്റെ ജോലിക്കാര്യം പറഞ്ഞപ്പോൾ എന്താണ് മറുപടി നൽകിയത്? അത് കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലാതെ മറ്റൊരിടത്ത് ഉറപ്പാക്കി തരാമെന്ന് പറഞ്ഞോ? തീർച്ചയായും ഞാൻ പറഞ്ഞ മകൻ പഠിച്ച ആ ഒരു കോഴ്സിനനുസരിച്ച് ജോലി കിട്ടുവാണെങ്കിൽ നന്നായിരിക്കുമെന്ന് ഞാൻ മിനിസ്റ്റർ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് അത് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു. നവനീത് ഏത് കോഴ്സാണ് പൂർത്തിയാക്കിയത്? അവന് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ മന്ത്രിസഭായോഗം 11-ാം തീയതി ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനമൊക്കെ വരിക എന്നാണ് നമ്മളും മനസ്സിലാക്കുന്നത്. അതിന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. 100% നമ്മുടെ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് മന്ത്രി ഉറപ്പ് തന്നിരിക്കുന്നത്. അതിനകത്തൊരു മാറ്റവും ഇല്ല, അതുണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഞാനത് മുന്നോട്ട് വെച്ചത് ഒരു കാര്യമേ വെച്ചുള്ളൂ. കൊച്ചിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ എന്റെ മോനെ ഒരു സ്ഥിര ജോലി, അവൻ പഠിച്ച ജോലി കിട്ടുവാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കുമെന്ന് ഞാൻ മിനിസ്റ്റർക്ക് ഇപ്പൊ പറഞ്ഞതാ. ചേട്ടനിപ്പം മേസ്തിരി പണിക്കൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? ആകെ ബിന്ദു ചേച്ചി മാത്രമല്ലേ ജോലിക്ക് പോയിരുന്നത്? ഉണ്ട്. ഇടയ്ക്ക് എനിക്ക് ശാരീരമായ ചില അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട്. എപ്പോഴും ഒന്നും പണി കാണത്തില്ല. മഴയൊക്കെ അല്ലേ, അന്നേരം ചില ദിവസങ്ങളിൽ പണി കാണത്തില്ല. എന്നാലും എവിടെന്നെങ്കിലുമൊക്കെ ഞാൻ എന്റെ പണിയും അല്ലാത്ത വേറെ പണികൾ, കൂലിപ്പണി ഉണ്ടല്ലോ നാട്ടില്, അതിനൊക്കെ പോയി കുടുംബം തള്ളി നീക്കി പോകണ്ടായോ അതിനൊക്കെ ഞാൻ പോകും. ഇനിയിപ്പോ നവമിയെ ചികിത്സിച്ച് ഭേദമാക്കി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കോളേജിലേക്ക് വിടുകയും വേണം. അത് തന്നെ. അന്നേരം അതാ പറഞ്ഞ, അതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അടുത്ത ഈ പറയുന്ന ചടങ്ങുകളുണ്ട്. ചടങ്ങുകൾക്ക് മുന്നേ മകളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ്, അസുഖം കഴിഞ്ഞ്, റെസ്റ്റും കഴിഞ്ഞിട്ട് അവളെ വീണ്ടും നമ്മൾ ഈ പറയുന്ന കോളേജിലോട്ട് പറഞ്ഞയക്കണം. എന്നെങ്കിലേ കോഴ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതാണ്. അതോടൊപ്പം തന്നെ വീടിന്റെ പണി അതിന് നോക്കാനായിട്ടൊക്കെ ആൾക്കാരൊക്കെ ഒരു 10 മണിയാകുമ്പോൾ വരുമെന്നൊക്കെ അവിടെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത് കേട്ടിരുന്നു. എന്താണ് വീടിന്റെ പണി? വീടിന്റെ അറ്റകുറ്റപ്പണികൾ കുറച്ചുണ്ട്. അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് നമ്മൾക്ക് കാശ് അങ്ങോട്ട് മാറ്റാൻ പറ്റിയില്ല. കൊച്ചിന്റെ പഠിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയതുകൊണ്ട് പൈസ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ വീടിന്റെ പണി അവിടെ കിടന്നുപോയി. ചില്ലറ പരിപാടികളും ബാക്കിയുള്ള കുറെ മെയിൻ്റനൻസും ഒക്കെ ഉണ്ട്. അതിപ്പം അനിൽകുമാർ സാറ് പറഞ്ഞ കണക്കിന് ഇപ്പം മന്ത്രിയും മിനിസ്റ്ററും പറഞ്ഞ ആള് വരും, അത് ചെയ്യാമെന്നാണ് പറയുന്നത്. എത്ര രൂപ വേണ്ടി വരുമായിരിക്കും? അത് എസ്റ്റിമേറ്റ് എടുക്കണം. അത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നോക്കിയില്ല. നമ്മളിപ്പോ അത് നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചത്, ഞാൻ നോക്കിയിട്ട് അവർ വന്ന് നോക്കട്ടെ. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാൻ കാര്യം, ചാണ്ടി ഉമ്മനും ഈ വീട് നവീകരിക്കുന്നതിനായിട്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിന്ന് പണം തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് തന്നെ, ആ ദിവസം തന്നെ വന്ന് അവിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പറഞ്ഞായിരുന്നു. അത് സാറ് കണ്ടത്, സാറ് ഇപ്പം നമ്മുടെ വീട് കണ്ടിട്ട് അങ്ങനെ പണിതീരാത്ത വീടായതുകൊണ്ട് പുള്ളി ചാണ്ടി ഉമ്മൻ സാറ് അച്ഛൻ്റെ ട്രസ്റ്റോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പം അവിടുന്ന് പണം അനുവദിക്കാമെന്നാണ് പറഞ്ഞ് 5 ലക്ഷം രൂപ എനിക്ക് അവിടെ വെച്ച് പറഞ്ഞ് ഇന്നലെ വരികയും ചെയ്ത് ചാണ്ടി ഉമ്മൻ സാറ്. ചാണ്ടി ഉമ്മൻ ആദ്യം മുതൽ തന്നെ അവിടെ കൂടെ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അതൊരു ആശ്വാസമായല്ലേ ശരിക്കും? പിന്നെ ഭയങ്കര ആശ്വാസമായി. എന്നെ ആശ്വസിപ്പിക്കുന്ന ആദ്യം വരുന്നത് ചാണ്ടി ഉമ്മൻ സാറായിരുന്നു. അത് കൃത്യമായിട്ട് ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ ദുഃഖം പങ്കുവെക്കുന്നതും ഞാൻ പൊട്ടിക്കരയും ചെയ്യുന്ന സാറിൻ്റെ മുന്നിലാണ്. എൻ്റെ കുഞ്ഞിനെയും പിടിച്ച് ആശ്വസിപ്പിച്ചിട്ടാണ് പുള്ളിക്കാരൻ സാറ് പോയത്. ഞാൻ ആദ്യമായിട്ട് കാണിക്കുക. ഞാൻ ഈ TV-യിലൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അത് ഉമ്മൻചാണ്ടി സാറിനെയും കണ്ടിട്ടില്ല, മകനെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അന്നാണ് ഈ ചാണ്ടി ഉമ്മനെ കണ്ടിട്ടുള്ളത്. ഞാൻ ഈ TV തുറക്കുമ്പം അവിടെ നിന്ന് വരുന്നത് ഇപ്പോൾ ഇലക്ഷനൊക്കെ നിന്നപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് അറിയത്തില്ല. മുഖം അറിയാം. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എനിക്ക് വേറെ ആരുമില്ല, ഞാനേ അറിയാമല്ലോ. ഞാനും പൊട്ടിക്കരഞ്ഞ് നിൽക്കുക. ഞാൻ ജീവൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്ത് ചെയ്യാൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു. രണ്ടുപേരെയും കാണാനില്ല, മകളെയും കാണാനില്ല, ഭാര്യയും കാണാനില്ല, വിഷമിച്ച് നിൽക്കുന്നത്. എൻ്റെ കൂടെ വേറെ ആരുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഇവർ വന്ന് ഈ ആശ്വാസ വാക്കുകൾ തരുന്നത്. ഞങ്ങൾ കൂടുതലുണ്ട്, ഞാനെല്ലാം അന്വേഷിക്കാമെന്നും പറഞ്ഞ് പുള്ളി പോകുന്നത്. ഇന്നലെയും വന്ന് ഈ മരിച്ചടക്കുകയും വന്ന് ഇന്നലെ വൈകിട്ടും വന്ന് ഒക്കെ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പം അത്
അതൊരു ഞാൻ പറഞ്ഞില്ല, അതൊരു വരുന്നത് ഒരു ആശ്വാസമാകാം. ബാക്കിയൊക്കെ തരുന്നത് മേടിക്കുന്നതൊക്കെ പിന്നത്തെ അതാണ് നമ്മൾ ചേർത്ത് നിർത്തുക. നമ്മുടെ റിപ്പോർട്ടേഴ്സിനോട് ഞങ്ങൾ അതാണ് പറഞ്ഞത്. അവിടെ ചെല്ലുമ്പോൾ ആ കുടുംബത്തിന് അവർക്ക് എന്തെങ്കിലും ചെയ്ത് സർക്കാർ അവർക്ക് എന്തെങ്കിലും ചെയ്ത് സഹായം നൽകുന്നത് വരെ നമ്മൾ അവിടെ തന്നെ തുടരണം എന്ന് നമ്മുടെ അർജുൻ മട്ടന്നൂരിനോടൊക്കെ അവിടെ പറഞ്ഞിരുന്നു നമ്മൾ. അതുകൊണ്ടാണ് അവർ രാവിലെ തന്നെ അവിടെ ഉണ്ടായിരുന്നതും. കാരണം ചേട്ടനെയും കുടുംബത്തെയും ഒപ്പം നിൽക്കണം എന്നത് ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ടീം അവിടെ തന്നെ തുടരുകയും ചെയ്തത്. ഒരു തരത്തിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ അവരൊന്നും? പിന്നെ സാറേ ഇല്ല, അത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാനേ മിനിസ്റ്റർ എന്നോട് സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ പറച്ചിലിനകത്ത് എനിക്ക് കാര്യം മനസ്സിലായി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, ഞാൻ വന്നാൽ നിങ്ങളുടെ വീട്ടിൽ വരാതെ പോകത്തില്ലെന്ന് പറഞ്ഞ് ആ പറച്ചിലിനകത്ത് എനിക്കറിയാം മിനിസ്റ്ററിന് വേറെ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ പറ്റുന്നുണ്ടായി വരാതിരിക്കുന്നത് എനിക്ക് കൃത്യമല്ല. ഞങ്ങളെ തഴയല്ലെന്ന് എനിക്ക് പിടിയില്ല. അവർക്ക് സുഖമില്ലായിരുന്നു. അവർക്ക് പോകുന്ന വഴിയിൽ ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായി. സുഖമില്ലാത്ത മാത്രമല്ല, നമ്മള് വഴിയിലെ വല്ല പ്രതിഷേധമോ കാര്യങ്ങൾ അത് തന്നെ വല്ല പ്രതിഷേധമോ കാര്യങ്ങളോ വഴിയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മിനിസ്റ്ററിന് വരാൻ പറ്റത്തില്ല എന്ന് ചിലപ്പം കണ്ടു കാണും. അതായിരിക്കും. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ചേട്ടനാണല്ലോ ഏറ്റവും കൂടുതൽ, അതായത് എല്ലാമായിരുന്ന ഭാര്യയാണ്, ആ വീടിന്റെ അത്താണിയാണ്, അതെല്ലാം നമുക്കറിയാം. മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിന് വേണ്ടി സർക്കാർ ഇപ്പോൾ എല്ലാം ചെയ്തു തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്ത് കൂടുതൽ തരുമെന്ന് കൃത്യമായി ആ വീട്ടിലെത്തിയ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. മന്ത്രി രാജിവെക്കേണ്ട കാര്യമുണ്ടോ? പ്രതിപക്ഷം തെരുവിലിറങ്ങി സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചേട്ടന്റെയും കുടുംബത്തിന്റെയും പേരിലാണ് സമരം. മന്ത്രി രാജിവെക്കണോ? ചേട്ടൻ എന്താണ് തോന്നുന്നത്? എനിക്ക് അതിനോട് താല്പര്യമില്ല. മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല. കാരണം ഒരു അത്യാഹിതം സംഭവിച്ചത് മന്ത്രി രാജിവെക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഇവിടെ ആരും പറയത്തില്ല എന്ന് അത് പറയുന്നത് ബാക്കിയുള്ള ഇതായിരിക്കും. എനിക്ക് അതിനകത്തൊരു താല്പര്യമില്ല. അങ്ങനെയാണ്, അതാണ് ശരി. പക്ഷേ അതിൽ ഈ കെട്ടിടം എങ്ങനെയാണ് തകർന്ന് വീണത്, ബിന്ദു എങ്ങനെയാണ് മരിക്കാനിടയായത്, അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്ന് ചേട്ടൻ പറയുന്നുണ്ടല്ലേ? അത് ഞാൻ പറഞ്ഞായിരുന്നു, കൃത്യമായ അന്വേഷണം നടക്കണം. പോലീസിന്റെ അന്വേഷണം കൃത്യമായിരിക്കണം. അതിന്റെ കാരണങ്ങൾ നമുക്കറിയണമല്ലോ. അതാണ്. പിന്നെ പോയിട്ട് അവരന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും അത് അന്വേഷിക്കാനോ അതിന്റെ പുറകിൽ പോകാനോ ഒന്നും എനിക്ക് സമയമില്ല. ഞാൻ ആകപ്പാടെ തളർന്നു നിൽക്കുക. ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ അതാണ്. മാത്രമല്ല നമ്മൾ ചടങ്ങൊക്കെ നടക്കുന്ന സമയമാണ്. അങ്ങേ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പു തരാം, ഞങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാകും. അങ്ങേക്ക് അങ്ങയുടെ കുടുംബത്തിന് എല്ലാ സഹായവും സർക്കാരിൽ നിന്ന് കിട്ടുന്നത് വരെ ഒപ്പമുണ്ടാകും. ഇത് റിപ്പോർട്ടർ തരുന്ന ഉറപ്പാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ചാനലിന്റെ കാര്യം, റിപ്പോർട്ടറായാലും ഏഷ്യാനെറ്റ് ആയാലും ആരായാലും ഈ 3-4 ദിവസം ഞങ്ങളുടെ വീടും ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു ഈ മീഡിയക്കാർ. ഞാൻ ഇപ്പോഴും പറയുന്നത്, അകമറിഞ്ഞ നന്ദിയാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുകയായിരുന്നു. അത് അവരെ ജോലിയായിരിക്കും, എന്നാലും ഒരു ആത്മാർത്ഥത ഉള്ള രീതിയിലാണ് ഇവരെ പെരുമാറിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും ഇനിയും ഉണ്ടാവണം. പിന്നെ പോയിട്ട് ഇവിടെ വന്ന എല്ലാവർക്കും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും അതേ കണക്ക് KPCC പ്രസിഡന്റും ഈ ചാണ്ടി ഉമ്മനും എല്ലാവർക്കും, ഞാനിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാബി വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ പോയിട്ട് വടക്ക് നമ്മുടെ തങ്ങള് അവിടുന്ന് തന്നെ പാണക്കാട് നിന്ന് തന്നെ ആളിവിടെ വന്ന് പാണക്കാട് നിന്ന് അത്രയും ദൂരം നടന്നു വന്ന് എന്നെ ആശ്വസിപ്പിച്ച കൂട്ടത്തിലാണ്. അപ്പം എന്നെ ചേർത്ത് നിർത്തിയായിരുന്നു. എൻ്റെ ഈ സഹതാപത്തിലുമൊക്കെ അവർ പങ്കുചേരുകയായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവർക്കും നന്ദി അറിയിക്കുക. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി. ഞാൻ ഇന്നലെയും പറഞ്ഞു, റിപ്പോർട്ടർ ചാനലിൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ ലൈവായിട്ട് നിന്ന് സ്റ്റുഡിയോയിലെ കാര്യത്തിന് ഞാൻ എല്ലാം പറഞ്ഞു. ഞാനൊരു സാധാരണപ്പെട്ട കാരണം, എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് അത്യാഹിതം പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങളെല്ലാവർക്കും ഈ വന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെയും അകമഴിഞ്ഞ 100 നന്ദികളാണ് ഞാൻ പറയുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവണം. അപ്പോ സമാധാനമായിട്ടിരിക്കൂ. നമ്മളെല്ലാവരും ഉണ്ട്, സർക്കാർ ഒപ്പമുണ്ട്, മന്ത്രി തന്നെ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനാണ് നമുക്കൊപ്പം ചേർന്നത്.